ഇപ്പൊ അമ്പാടി ബലരാമനെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ചേച്ചമ്മേ? ഒറ്റയടി അല്ല, ഒറ്റയടിക്ക് 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. ഈ വേഷത്തിൽ നിന്നെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിക്കുന്നു എന്റെ കുട്ടാ. എന്നാ ഇതാ കൺകൊള്ളുക കണ്ടോളൂ. ഇനി ഒരു കുട്ടി ബലരാമൻ കൂടി ഈ മുറ്റത്തോടി കളിക്കുന്നത് എനിക്ക് കാണണം. വിട്ടി ബലരാമനോ? അല്ല, കുട്ടി ബലരാമൻ. ഞാൻ ഇതാ വരുന്ന ചേച്ചമ്മേ. ഒരു രജിസ്റ്റർ ഉണ്ട്. അനുമോദനങ്ങൾ എത്തിത്തുടങ്ങി. എവിടെ? അതാ. ബഹുമാനപ്പെട്ട ബലരാമൻ സാർ അറിയുന്നതിന് വളരെ വേദനയോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. പുത്തോലത്ത് വീട്ടിലെ ഗോപികയും താങ്കളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചതായി അറിയാൻ കഴിഞ്ഞു. വർഷങ്ങളായുള്ള സ്നേഹബന്ധത്തിന് ശേഷം 6 മാസം മുമ്പ് ഞങ്ങൾ തമ്മിൽ രഹസ്യമായി വിവാഹം കഴിച്ചതാണ്. സ്വന്തം സഹോദരനോടെന്ന പോലെ അഭ്യർത്ഥിക്കുകയാണ്, താങ്കൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. ദയവായി എന്റെ ജീവിതം തകർക്കരുത്. ഈ വിവാഹം നടന്നാൽ കതർ മണ്ഡപത്തിലെത്തി ഞാൻ വിഷം കഴിച്ച് മരിക്കും. പ്രതീക്ഷയോടെ ബാലഗോപാൽ. എന്റെ കൃഷ്ണ, എന്തൊക്കെയാ ഞാനീ കാണുന്നത്? മോനെ ബലരാമ, ആരാ മോനെ ഇവൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല ചേച്ചമ്മേ. ബലരാമ, എവിടേക്കാ നീ? അവിവേകം ഒന്നും കാണിക്കരുതേ മോനെ. നോറ്റിരുന്നൊരു പെണ്ണിനൊക്കെ കൊല്ലണ്ട ദൈവമേ. മോനെ, എന്ത് പാപം ചെയ്തിട്ടാ ദൈവം എന്റെ ബലരാമനോട് ഈ ദ്രോഹം ചെയ്തത്? എനിക്കിത് കാണാനുള്ള ഗതി വന്നല്ലോ എന്റെ ഈശ്വര. എന്താ അമ്മേ? മോനെ, ആ പുത്തോളത്തുകാര് നമ്മളെ ചതിച്ചടാ. അവളൊരിക്കൽ കല്യാണം കഴിച്ചതാ. അന്ന് നീ പറഞ്ഞപ്പോഴേ വേണ്ടാന്ന് വെക്കേണ്ടതായിരുന്നു. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ കുഞ്ഞെ? കല്യാണം കഴിച്ച ആള് ഫോട്ടോയും കത്തും കൂടെ അയച്ചു തന്നു. അമ്മാവൻ അറിഞ്ഞ പാടെ ചോദിക്കാൻ പോയിരിക്കുക പുത്തോളത്തേക്ക്. മോനെ, നീയും കൂടെ വേഗം ചെല്ല്, ഇല്ലെങ്കിൽ അവൻ. അമ്മ വിഷമിക്കാതിരി സീതേ, നീ അമ്മയുടെ തന്നെ കാണണം. എടോ കൈമളെ, ഇറങ്ങി വേടോ. ചേട്ടനെ അനിയനെയും ചേർത്താ വിളിച്ചത്, ഇറങ്ങി വരാൻ. എന്താ ബലരാമ ഇത്? വരും, അകത്തോട്ടിരിക്കാം. വേണ്ടടോ, താൻ എന്നെ ഇരുത്തണ്ട. അങ്ങനെ ഇരുന്നു പോണ എനവല്ല ബലരാമൻ. അമ്പാടി വീട്ടിലെ ബലരാമനെ തനിക്കറിയില്ല. നല്ലവനാണെങ്കിൽ നല്ലവൻ, ചെറ്റയാണെ പരമ ചെറ്റയാ ഞാൻ. എവിടെടോ ഇവിടുത്തെ അകത്തമ്മ? വിളിച്ചിറക്കടോ, എനിക്ക് അവളോട് 2 വാക്ക് ചോദിക്കാനുണ്ട്. താൻ വിളിക്കില്ല, വിളിച്ചാൽ അവള് വരില്ല, എനിക്കറിയാം. പെണ്ണ് കാണാൻ വന്നപ്പോഴേ അവൾ എന്റെ മുഖത്ത് നേരെ ചൊവ്വേ നോക്കിയില്ല. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. ബലരാമനെ കുപ്പിയിലാക്കി കാച്ചെണ്ണയാക്കി തേച്ചു കുളിക്കാമെന്ന് സഹോദരന്മാര് മോഹിച്ചു, അല്ലടോ? ബലരാമൻ എന്താ ഈ പറയുന്നേ? വിൽക്കാ ചരക്കായി ഇവിടെ നിൽക്കുന്ന 2ാം കെട്ടുകാരെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാ, അല്ലടോ എരപ്പ കൈമള. തോന്നിയ പോലെ വസിച്ചിടന്ന അവളാ. ഇനി വയറ്റിലുണ്ടോന്ന് ആർക്കറിയാം? ചെറ്റത്തരം പറഞ്ഞാൽ അടിച്ച് പല്ലിയാൻ തെറിപ്പിക്കും. ചെറ്റത്തരം അല്ലടോ, എന്റെ തെളിവുണ്ട്. ഇതാ നോക്ക്. എന്റെ ജീവിതം കൊണ്ടാടോ നിങ്ങൾ കളിച്ചത്. ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടെത്താൻ നാട് മുഴുവൻ ഞാൻ അലഞ്ഞു. വൈകിയാണെങ്കിലും അങ്ങനെ ഒന്ന് ഒത്തുകിട്ടിയതിൽ ഞാൻ ഒരുപാട് അഹങ്കരിക്കുകയും ചെയ്തു. എല്ലാം പോയി. എനിക്കിനി മേലും കീഴും നോക്കാനൊന്നുമില്ല. എന്റെ ജീവന് പുത്തോലത്തുകാർ ഉത്തരം പറയേണ്ടി വരും. അമ്പാടി ബലരാമനാണ് പറയുന്നത്. നീ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ കൊണ്ട് ഇപ്പൊ ഊരാ കുടുക്കിലായത് ഞാനാ. കല്യാണം മുടക്കാൻ നിന്റെ ഫോട്ടോയെ കിട്ടിയുള്ളൂ. കത്ത് കൊടുക്കാൻ ചെന്നപ്പോ അവളെ ഇളയച്ചമാർ നിന്റെ മോന്ത കണ്ടതല്ലേ? അവരെ കണ്ടിട്ടല്ലേ ഒരിക്കൽ നീ വാലും പൊക്കിക്കൊണ്ട് ഓടിയത്? നിന്നെ കൂട്ടിന് പിടിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഫോട്ടോയും കൊണ്ട് അമ്മാവൻ അവിടെ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം. ഗോപികയും ഇപ്പൊ അവിടെ ഇല്ല. ആ പുത്തോലത്തുകാരണം പോലീസിൽ പരാതി കൊടുത്താലുണ്ടല്ലോ, നീ മാത്രമല്ല അകത്താകുന്നത്,
ഗൂഢാലോചന കേസിൽ ഞാനിവിടെ അകത്താണ്ടി വരും. ബാല, നീ ഇനി ഇവിടെ എന്നാ ശരിയാവത്തില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. അർജുന, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അവസാന നിമിഷം നീ എന്നെ കൈവിടരുത്. ആ തടിമാടന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ എന്നെ എടുത്ത് ഉടുത്ത് നനച്ച് വിരിക്കും. എന്നാ പിന്നെ ഇതിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കും. ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. ഇങ്ങനെ തീ തിന്നുന്നതിനേക്കാൾ നല്ലത് എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതാണ്. ഇതാണ് തന്തയ്ക്ക് പറക്കണമെന്ന് പറയുന്നത്. തന്ത വേലി ചാടിയപ്പോൾ മോൾ 6 ചാടി. ഒരു അന്വേഷണത്തിന്റെ തുടക്കമെന്ന നിലയ്ക്ക് ഇവനെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടാൻ എന്താ ഒരു വഴി? വല്ല കത്തോ വല്ലതും? അവളുടെ മുറിയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു, അങ്ങനെയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇവനെ ഈ പരിസരങ്ങളിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം രാത്രി അവൻ മതിലിയാടി വീട്ടിൽ കിടക്കാൻ ശ്രമിച്ചു. പിന്നൊരിക്കൽ ഞങ്ങളെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അവൻ തിരിഞ്ഞോടി. പിടിക്കാൻ കിട്ടിയില്ല, രക്ഷപ്പെട്ടു കളഞ്ഞു. ഓഹോ, അപ്പൊ ഈ പരിസരത്ത് തന്നെ അന്വേഷിച്ച് നോക്കാം. വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ സമാധാനത്തിന് ശരിക്കൊന്ന് ചാർത്തി വിടാം. കൂടിയ 2 ദിവസം പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ചേട്ടാ, എന്നെ കൂടെ ഇറക്കാം. നിന്നെ ഞാൻ ഇറക്കാം. ജീപ്പിക്കാറ് കിട്ടുവാനെ. എന്തൊരു തലയിലെടുത്താ ഈശ്വര. ആ വരുന്നോ, നീ വാ. എന്നെ രക്ഷിക്കണം അർജുന്റെ അമ്മാവാ. ഇവൻ ചേച്ചമ്മേ എന്നെ ഒന്ന് ചേരും, ഞാൻ എല്ലാം പറയാം. ഞാൻ തന്നെ സത്യമായിട്ട് നടന്നെല്ലാം ഞാൻ പറയാം. മോളെ ഗോപികേ. ഗോപികയെ വിളിച്ചോണ്ട് പോകാനാ ഞാൻ വന്നത്. ഇനി ഒന്നും മറച്ചു വെക്കാനാവില്ല. എല്ലാം തുറന്നു പറയാൻ പോവുക. ഒരു തുടക്കത്തിനാണോ ഒടുക്കത്തിനാണോ എന്നറിയില്ല. വർഷങ്ങളായി എല്ലാവരും കാണാൻ കൊതിച്ചിരുന്ന അമ്മാവന്റെ വിവാഹം മുടങ്ങി. ഞാൻ മുടക്കി. ഇനി ആ കാലിൽ വീണ് എനിക്ക് മാപ്പി ചോദിക്കണം. ഒരു കുറ്റബോധം മാത്രം ബാക്കി നിൽപ്പുണ്ട്. ഞാൻ കാരണം തകർന്ന മീനുവിന്റെ സ്വപ്നം. അതൊന്നും സാരില്ല. ഗോപിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൊടുങ്ങല്ലൂർ എന്നൊരു ആലോചനയുണ്ട്. വലിയ മഠം തിരുമേനിയെ കണ്ട് ജാതകം നോക്കാൻ ഇറങ്ങിയതാ. നല്ല ശകുനം. ഒക്കെ നന്നായി വരും. വരാണ്ട് ഇവിടെ പോവാനാ. പൊയ്ക്കോളൂ. വരൂ. നിൽക്കവിടെ. ഈ പടി ചവിട്ടരുത് നീ. അമ്മേ, വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ മുഖം പോലും എനിക്ക് നീ കാണണ്ട. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെല്ലാം നീ വേദനിപ്പിച്ചു. ഒരു കൂടപ്പുറപ്പിനെ പോലെ നിന്നെ കൊണ്ടു നടന്ന ആ പാവത്തിനെ എന്തിനാണ് നീ നോവിച്ചത്? അതിന് തക്കവണ്ണം എന്ത് ദ്രോഹമാണ് നിന്നോട് അവൻ ചെയ്തത്? ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ അവൻ വേദനിപ്പിച്ചിട്ടില്ല. നിന്നേക്കാ കൂടുതൽ മോനെന്ന് ഞാൻ വിളിച്ചിട്ടുള്ളത് അവനെയാ. അവൻ കഴിഞ്ഞിട്ടേ എനിക്ക് നീ ഉള്ളൂ. മനസ്സൊന്നും തന്റെ ബലരാമൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ പിന്നെന്റെ ശവമായിരിക്കും നീ കാണുന്നത്. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്റെ ബലരാമന്റെ പെണ്ണ് കയറും മുമ്പേ മറ്റൊരു പെണ്ണ് ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പോകാം. നിൽക്കൂ. പോകാൻ വരട്ടെ. നഷ്ടപ്പെട്ടതോർത്ത് ഞാൻ ആത്മഹത്യ ഒന്നും നീ വിചാരിച്ചു അല്ലേ? നിന്റെ ഭാര്യയാണ് ഇവളെന്ന് അന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാകുമായിരുന്നു. എന്റെ മരുമകൻ അമ്പാടി വീട്ടിൽ അർജുനന് അമ്മാവന്റെ ചങ്കുറപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതി. കഷ്ടം. കെട്ടിയ പെണ്ണിനെയും കൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. ആണം കെട്ടവൻ. കേറി പോടാകത്തേക്ക് ഇവളെ വിളിച്ചോണ്ട്.
അത് തീരുമാനിക്കട്ടെ ഞാനാ. ചേച്ചിയമ്മേ ഇവരെ വേണ്ട അമ്മാവ, അമ്മയുടെ ആഗ്രഹം നടക്കാതിരിക്കണ്ട. അമ്പാടി വീട്ടിൽ ആദ്യം കയറേണ്ടത് അമ്മാവന്റെ ഭാര്യയാണ്. അതിനൊരു മാറ്റം വരുത്തണ്ട. എന്റെ കാര്യം വിട്. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ് നീ. അന്ന് മുമ്പ് നീ ഒന്ന് മനസ്സിലാക്കണം. നീ ഇവളെ സ്വന്തമാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കിടയിൽപ്പെട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർന്നത് നിനക്ക് ഓർമ്മയില്ല. അതിനെന്ത് പ്രായച്ചിത്തം നീ ചെയ്യും? ഇനി ഇറങ്ങി വരൂ. മരുമകൻ ചെയ്ത തെറ്റിന് അമ്മാവൻ പ്രായച്ചിത്തം ചെയ്തു. ഞാനിവളെ രജിസ്റ്റർ വിവാഹം കഴിച്ചു. അർജുന, ഇങ്ങനെ ഒരു അമ്മാവനെ കിട്ടിയതിന് നീ തപസിരിക്കണം. എന്തൊരു എളിമ, എന്തൊരു വിനയം, എന്തൊരു മര്യാദ. അനിയാ, കൂടുതൽ സൂചിപ്പിക്കല്ലേ. നീ സ്വല്പം ഓവറാ. സൾഫ്യൂരിക് ആസിഡ് നക്കി ടേസ്റ്റ് ചെയ്യല്ലേ. ചേച്ചിയമ്മേ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ബലരാമ, അർജുന, സന്തോഷായി, തൃപ്തിയായി. ആ വരൂ, വലതുകാലം വെച്ച് കയറും. മോളെ വരൂ. മംഗളമേളങ്ങൾ